റോഡ് ഫേസ് ആയിട്ട് ഇത്രയും ഭംഗിയുള്ളൊരു വീട്, അത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ പുതിയകാവിന് അടുത്താണെങ്കിലോ, അതും നല്ലൊരു റേറ്റിൽ ഭംഗിയായിട്ട് ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പുതിയകാവ് എന്ന സ്ഥലം എല്ലാവർക്കും അറിയാം. പുതിയകാവിൽ നിന്ന് വെറും 1.7 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് SN ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ മെട്രോ സൗകര്യം നമുക്ക് അവിടെയാണ് 6 കിലോമീറ്റർ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്കും 6 കിലോമീറ്റർ തന്നെ. ഇടപ്പള്ളി ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ 17 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് നമുക്ക് വെറും 1 അവറിൽ താഴെ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ട്രാവൽ വരുന്നത്. ലാൻഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 സെന്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോടും 3 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. അതുകൂടാതെ നമ്മളുടെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടും സൈഡും നോക്കുവാണെങ്കിൽ 2 സൈഡിലും വഴികളാണ്. സോ നമുക്ക് 2 സൈഡിലൂടെയും വഴികൾ ഷെയർ ചെയ്യുന്ന ഭാഗത്തിരിക്കുന്ന വീടുകൾ കാണാൻ തന്നെ പ്രത്യേകിച്ച് ഭംഗിയാണ്. അത് ഇത്രയും മനോഹരമായി എലിവേഷൻ ചെയ്തിരിക്കുന്ന ഒരു വീടും കൂടെ ആകുമ്പോൾ ആരും ഒന്നും നോക്കാതെ പോകില്ല. ഭംഗിയായിട്ടാണ് മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. 2 ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 2 അല്ല 3 ഗേറ്റുകളുണ്ട്. ഒരു ഗേറ്റ് നടന്നു കയറാനും മറ്റുള്ള 2 ഗേറ്റുകൾ നമുക്ക് വാഹനങ്ങൾ കയറ്റാനുമാണ്. ഫ്രണ്ട് എലിവേഷൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടും സ്റ്റാൻഡേർഡും ആയിട്ടുമാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫ്രണ്ട് എലിവേഷന്റെ ഭാഗത്ത് റോഡ് ഫേസ് ആയിട്ട് ഒരു ഗേറ്റ് കാണാം. സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുവഴി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാർ പോർഷനകത്തേക്ക് കയറ്റാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗേറ്റിലൂടെ ആദ്യത്തെ കാറും മറ്റ് 2 കാറുകൾ, ടോട്ടൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ ഒരു വഴി വരുന്ന സമയത്ത് ഇവിടെയും നമുക്ക് വീടിനൊരു ഗേറ്റ് വരുന്നുണ്ട്. ഈ വഴിയിലൂടെ നമുക്ക് മറ്റുള്ള 2 കാറുകളും വീടിനകത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു വഴി കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ്. ഇവിടെ വഴി വരുമ്പോൾ ഒരു കാർ പാർക്ക് ചെയ്യാം. ഭംഗിയായിട്ടാണ് ഫ്ലോറിൽ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്നത്. 2ഉം 3ഉം കാറുകൾക്ക് നമുക്ക് ഈ ഒരു ഭാഗത്താണ് പാർക്ക് ചെയ്യാവുന്നത്. ഇവിടെ എല്ലാം ഭംഗിയായിട്ട് ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഗേറ്റ് വഴി നമുക്ക് 2ഉം 3ഉം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് എല്ലാം തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ സിറ്റ് ഔട്ട് ആണ്. ഈ വഴി സ്ട്രെയിറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇവിടെയും ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം. കിച്ചന്റെ ഈ ഒരു പോർഷന്റെ പുറത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലുള്ള കിച്ചന്റെ പോർഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയും നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് കൂടാതെ ഭംഗിയായിട്ടൊരു വെർട്ടിക്കൽ ഗാർഡൻ ഫെസിലിറ്റി കൂടി നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ഗ്രേ കളറുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു പ്ലാന്റ് ബോക്സ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അവിടെ നട്ടുവെച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറൊക്കെ നോക്കുവാണെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ്. ഈ ഒരു പോർഷൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിറ്റ് ഔട്ടിന്റെ പോർഷൻ എല്ലാം തന്നെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്ക് എൻട്രി ചെയ്യാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും ആയിട്ട് വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭംഗിയായ ഡിസൈനിലാണ് ഇതുപോലെ അറേഞ്ച്മെന്റ് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇതുപോലുള്ള ഓരോ ഡെക്കർ പീസുകൾ ഈ വീട്ടിൽ ധാരാളം കാണാവുന്നതാണ്. സ്ട്രേറ്റ് നമ്മൾ വരുന്ന സമയത്ത് എന്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ആയിട്ടാണ് വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും തന്നെ ബ്ലൈൻഡ്സും കർട്ടൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് പെയിന്റിങ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് ഈ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ എല്ലാം തന്നെ ക്ലോസ്ഡ് കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഇവിടെ പെയിന്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ചെയ്തിരിക്കുന്ന പെയിന്റുകളുടെ കളർ കോമ്പിനേഷൻ എല്ലാം തന്നെയാണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ഇവിടെയാണ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നല്ല സേഫ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ, വളരെ വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം തന്നെ CNC കട്ടിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. വിഡ്ത് വൈസ് നോക്കിയാലും ലെങ്ത് വൈസ് നോക്കിയാലും വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് ഡൈനിങ് സ്പേസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇവിടെയും നമുക്ക് ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെയിന്റിംഗ് ഈ ഒരു വോളിൽ വരുന്നുണ്ട്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് സ്ലൈഡ് ചെയ്താവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പാറ്റോ ഏരിയ ആണ് അവിടെ കിട്ടുന്നത്. അതിന്റെ പുറത്ത് നല്ല ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നല്ലൊരു വൈബ് ഉള്ള ഏരിയ കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ. അത്യാവശ്യം നമുക്ക് ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ ആണ്. മൊറോക്കൻ ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. അതും നല്ല ഭംഗിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഷേപ്പുകൾ കൊണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മിററാണ്. ജെറേഡയാണ് വാഷ് ബേസിൻ വരുന്നത്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. ഏറ്റവും താഴെ ഭാഗം നോക്കിയാലും കാണാം വൈറ്റ് പെബിൾസും ലൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് തന്നെ വളരെ വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ എൻട്രൻസിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ മൊറോക്കൻ ടൈലാണ്. ആ ഒരു ഡിസൈൻ ടൈലാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വളരെ സൗകര്യത്തോടു കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലേഡീസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്നുള്ളത്. അതിന് പരിഹരിക്കുന്ന രീതിയിൽ തന്നെ മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലുമായിട്ടാണ് ഇവിടുത്തെ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്ലേറ്റ്സും കട്ട്ലറീസും സെപ്പറേറ്റ് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാനായിട്ട് എല്ലാ ക്യാബിനറ്റ്സിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പലരും വീട് കാണാൻ വരുമ്പോൾ പറയാറുണ്ട് നമുക്ക് ക്യാബിനറ്റ്സ് ഉണ്ട്, പക്ഷെ ക്യാബിനറ്റ്സിന് ഡിവിഷൻസ് കൊടുത്തിട്ടില്ല എന്ന്. ഇതുപോലെ നമുക്ക് ഡിവിഷൻസ് എല്ലാം കൊടുത്ത് ഓരോ പ്ലേറ്റും കട്ട്ലറീസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഇവിടെയായിട്ടാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് LED സ്ട്രിപ്പുകൾ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചണിന്റെ ഏരിയ കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഇവിടെയും നമുക്ക് നിറയെ ക്യാബിനറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വിൻഡോ കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വിൻഡോയും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസ് ഫ്രിഡ്ജ് വെക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബാഗ്സോ എന്തെങ്കിലും ഹാങ്ങിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് അതിനുള്ള കൊളുത്തുകളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കിച്ചണിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി നമുക്കൊരു ഡബിൾ കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല സ്പേസ് ആണ് ഈ ഒരു റൂമിനകത്ത് കിട്ടുന്നത്. ഈ കോട്ടിന്റെ ഹെഡ് പോർഷനിലൊക്കെ നോക്കിയാൽ നല്ല ഡിസൈനിലാണ് ഫോം എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊബൈൽസ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസും കിട്ടുന്നുണ്ട്. 2 സൈഡിൽ സൈഡ് ടേബിൾ കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ സെയിം മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് എല്ലാ റൂമുകളിലും തന്നെ ഇട്ടിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് നോക്കിയാൽ കാണാം 2 സൈഡിൽ വരുന്നുണ്ട്. 2ലും കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഇതുപോലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഇവിടെ വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും വേറെ വരുന്നുണ്ട്. അത് കൂടാതെയാണ് നമുക്ക് ഇതുപോലെ അറേഞ്ച്മെന്റ് കിട്ടുന്നത്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് റീഡിംഗ് ആ ഒരു ക്യാരക്ടറുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. അതുപോലെ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനെല്ലാം നമുക്ക് ഈ ഒരു ഫെസിലിറ്റീസ് എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്താണ്. നിറയെ വാർഡ്രോബുകളാണ് നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഇവിടെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വളരെ സൗകര്യത്തോടു കൂടിയിട്ടും സ്പേഷ്യസ് ആയിട്ടും ഭംഗിയുള്ളതും സ്റ്റാൻഡേർഡ് ഉള്ളതുമായ കളേഴ്സിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. ആ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ഗ്ലാസ് ഇട്ടൊരു വർക്ക് കണ്ടു. അതിന്റെ അകത്ത് സേഫ്റ്റിക്കായിട്ട് ഇതേപോലെ ഗ്രില്ലുകൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. വലിയൊരു ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഹാളിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് ആണ്. അതെല്ലാം തന്നെ കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും നല്ല സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ നല്ലൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്.
ഹാൻഡ് റെയിൽസ് ഒക്കെ നല്ല സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതും നമുക്ക് ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോട്ട് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിളും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയാണ്. നമുക്കിവിടെ ബേ വിൻഡോ ഫെസിലിറ്റിയും കൊടുത്ത് കുഷ്യൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകളുടെ ഡിസൈൻ ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ അങ്ങനെ സാധാരണ വീടുകളിലൊന്നും കാണാത്ത നല്ല സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് നമുക്ക് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും എടുത്തു പറയേണ്ടതാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജെറേഡയാണ്. രണ്ടാമത്തെ ബാത്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ 3ഉം 4ഉം ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഭംഗിയുള്ള പെയിന്റ് ആണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫർണിഷ്ഡ് ആണ്. ഡബിൾ കോട്ട് വരുന്നുണ്ട്. സൈഡ് ടേബിൾ കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രസ്സുകൾ വെക്കാനുള്ള പർപ്പസിന് മാത്രമല്ല ബുക്സ് വെക്കാനും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും എല്ലാം അത് യൂസ് ചെയ്യാം. അതുകൂടാതെ സെപ്പറേറ്റ് ഈ ഒരു ഏരിയയിൽ മാറിയിട്ട് ഇവിടെയായിട്ട് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അതിന്റെ കണക്ഷൻ ആയിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് ഡ്രസ്സുകൾ സൂക്ഷിക്കാൻ സ്ഥലം കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും മിററും എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈലുകളാണ് മൂന്നാമത്തെ ബാത്റൂമിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്ന സന്തോഷം തോന്നുന്ന കളറുകളൊക്കെയാണ് ഇവിടുത്തെ ബാത്റൂമുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഇവിടെയായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. വിൻഡോസ് ഒക്കെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. വോളിൽ സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു ഡിസൈനിലാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇതിന്റെ മുകളിലും കംപ്ലീറ്റ് വാർഡ്രോബുകളാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ട് ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കളർ കോമ്പിനേഷൻസ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ 4 ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഫ്ലോർ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. റൂഫ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ്. സ്റ്റെയർ കേസിന്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഗേറ്റ് കിട്ടുന്നുണ്ട്. നമ്മളുടെ ഈ കാണുന്ന ഷെയ്ഡിലുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പർപ്പസിനൊക്കെ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് നല്ലൊരു വഴി കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തി ഒരു മനോഹരമായ വീട് നിങ്ങൾ കണ്ടു. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത ഉദയംപേരൂർ പുതിയകാവ് എന്നൊക്കെ പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയകാവ് ടെമ്പിളിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 1.7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. എല്ലാത്തിലും തന്നെ കോട്ട് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് ലാൻഡിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 2300 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. ഇത്രയൊക്കെ പോരെ ഈ ഒരു വീട് സ്വന്തമാക്കാൻ. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ദൂരെ നിന്ന് കാർ നോക്കിയാൽ എളുപ്പത്തിലൊന്ന് ഇഷ്ടം തോന്നുന്ന ഒരു മോഡലിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK പ്ലസ് 3 കാർ പാർക്കിംഗ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ നമ്പറുകളുണ്ട്, വിളിച്ചോളുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.